ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ അതിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യമായിട്ട് ഞാൻ 3 റൂൾസ് പറയും, 3 നിയമങ്ങൾ അങ്ങനെയാണ് പറയാം. ഒന്നാമത്തത്, സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആൾക്കും അറിയാവുന്ന നാമങ്ങൾ അതിൻ്റെ തൊട്ട് മുമ്പ് ദാചാരിക്കണം. രണ്ടാമത്തത്, ലോകത്തിൽ ഒന്ന് മാത്രമുള്ള സാധനങ്ങളുടെ മുമ്പിൽ ചേർക്കണം. മൂന്നാമത്തത്, രണ്ടാം പ്രാവശ്യം ഒരേ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മുമ്പും ചേർക്കണം. നമുക്കൊരു ചെറിയ ടെസ്റ്റ് ഇട്ട് നോക്കാം അല്ലേ? ചെയ്ത് നോക്കാം, അറിയാമല്ലോ. ഓക്കെ, നമുക്കിവിടെ തുടങ്ങാം. ആദ്യത്തെ നോക്കിയ, പ്ലീസ് പാസ് സോൾട്ട്. ഇപ്പോൾ 2 പേര് നിങ്ങൾ സംസാരിക്കുകയാണ്. ഞാനും നിങ്ങളുമായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറയുകയാണ്, പ്ലീസ് പാസ് സോൾട്ട്. അപ്പം 2 പേർക്കും അറിയാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മളിവിടെ ചേർക്കും. 2 പേർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ചേർക്കും. പ്ലീസ് പാസ് ദ സോൾട്ട്. രണ്ടാമത്തെ, ക്യാൻ യു ടേൺ ഓഫ് ഡാഷ് ഫാൻ. അതും 2 പേർക്കും അറിയാം. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാം ഏത് ഫാനാണെന്നുള്ളത് അറിയാം. അപ്പോൾ അവിടെ നമ്മൾ ചേർക്കും അല്ലേ? അവിടെ ചേർക്കും. പിന്നെ മൂന്നാമത്തെ സെൻറ്റൻസ്, സൺ ഈസ് ബ്രൈറ്റ് ടുഡേ. അത് നമുക്കറിയാം, ലോകത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചേർക്കും. മൂന്നാം, താജ്മഹൽ. നാലാമത്തെ, താജ്മഹൽ ഈസ് ഇൻ ആഗ്ര. താജ്മഹൽ ഒന്നേ ഉള്ളതെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ ചേർക്കണം. ഇത് താജ്മഹൽ അല്ലേ? ഇനി അഞ്ചാമത്, പ്രൈം മിനിസ്റ്റർ ഗേവ് എ സ്പീച്ച്. പ്രൈം മിനിസ്റ്റർ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചേർക്കുക. ലോകത്തിൽ ഒന്ന് മാത്രമുള്ളതിനെ കുറിച്ച് നമ്മൾ ചേരണ്ട. ഒന്നാമത്, ഡോണ്ട് ഫർഗെറ്റ് ടു ഫീഡ് ഡോഗ്. 2 പേർക്കും അറിയാവുന്ന ഡോഗാണ്, അതുകൊണ്ട് ദ ഡോഗ്. ഡോണ്ട് ഫർഗെറ്റ് ടു ഫീഡ് ദ ഡോഗ്. ഡോണ്ട് ഫർഗെറ്റ് ടു ഫീഡ് ദ ഡോഗ്. ഏഴാമത്തെ, ഐ വിൽ മീറ്റ് യു അറ്റ് ബസ് സ്റ്റോപ്പ് നിയർ അവർ സ്കൂൾ. 2 പേർക്കും അറിയാവുന്ന ബസ് സ്റ്റോപ്പാണ് അല്ലേ? ഐ വിൽ മീറ്റ് യു ബസ് സ്റ്റോപ്പ് നിയർ അവർ സ്കൂൾ. പറയുന്ന എനിക്കും കേൾക്കുന്ന ആൾ. അപ്പം ദ ബസ് സ്റ്റോപ്പ്, അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ? അത് ദേ ബിൽറ്റ് എ ബ്രിഡ്ജ്. ദേ ബിൽറ്റ് എ ബ്രിഡ്ജ് കണക്ട്സ് ഡാഷിംഗ്. ബ്രിഡ്ജ് കണക്ട്സ് 2 towns. അപ്പം ദേ ബിൽറ്റ് എ ബ്രിഡ്ജ് ഒരു സെൻറ്റൻസായി. രണ്ടാമത് വീണ്ടും ആ ബ്രിഡ്ജിനെ പറ്റിയാണ് പറയുന്നത്. സെക്കൻഡ് മെൻഷൻ എന്നുള്ളൊരു നിയമമാണ്. അപ്പോൾ നമ്മൾ പറയാണ് ദ ബ്രിഡ്ജ്. ദ ബ്രിഡ്ജ് എന്നായി. കാരണം ഈ ബ്രിഡ്ജാണ് ഒരു പ്രാവശ്യം പറയും, പിന്നെ രണ്ടാമത് അത് തന്നെ പറയും. എർത്ത് ഗോസ് അറൗണ്ട് സൺ. നമുക്കറിയാം ലോകത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ദ എർത്ത് goes around the sun. No. She met a doctor. First up, the doctor was very kind. The doctor ആദ്യം പറഞ്ഞു, ഡോക്ടറെ രണ്ടാമത് പറയും, നമ്മൾ പറയും the doctor was very kind. മനസ്സിലായില്ലേ? ഇതാണ് ആ 3 റൂൾസ്. ആദ്യം നമ്മൾ പഠിച്ച 3 റൂൾസും നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ഒന്നാമത്, പറയുന്ന ആളും കേൾക്കുന്ന ആൾക്കും അറിയാവുന്ന സംഗതി. രണ്ടാമത്, ലോകത്തിൽ ഒന്ന് മാത്രമുള്ളത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, വേറെ രാജ്യത്തൊക്കെ പ്രൈം മിനിസ്റ്റർ ഇല്ലെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമ്മളുടെ ഈ കോൺഗ്രസിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രൈം മിനിസ്റ്റർ വന്നേ ഉള്ളൂ. അതുകൊണ്ട് ദ പ്രൈം മിനിസ്റ്റർ എന്നായി. പിന്നെ സെക്കൻഡ് മെൻഷൻ, രണ്ടാമത് ഒരു കാര്യം രണ്ടാമത് പറയുമ്പം അതിലൂടെ ചേർക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ പല റൂൾസും കൂടെയൊക്കെ പഠിക്കാം. അതുവരെ ബൈ.